ചില ആൾക്കാർ പറയും അവിടുത്തെ മെഡിക്കൽ ഡിഗ്രി, അവിടുത്തെ MBBSന് വാല്യൂ ഇല്ല എന്ന് പറയുന്ന കൂടെ തന്നെ ഈ കാര്യം ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മളെ ഇന്ത്യനെക്കാട്ടിയും ഫാർ ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലമാണ് ഇപ്പൊ ഈവൻ ജോർജിയ ആയാൽ പോലും, ബൾഗേറിയ ആണെങ്കിലും ഷെങ്കൻ കൺട്രീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ക്വാളിറ്റി ഉള്ളതാണ്. അങ്ങനെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയിൽ അവർ ഈ മെഡിസിൻ ഡിഗ്രി വാല്യൂ ഇല്ലാണ്ടാക്കുന്നത് എന്തിനാണ്? ഈ രാജ്യങ്ങളിലൊന്നും പഠിക്കണ കുട്ടികൾ അവര് അവിടെയുള്ള ഡോക്ടർമാർ ഒരു കോളേജിലും ഇന്ത്യൻ സ്റ്റുഡൻസ് വേറെ കോളേജിലല്ല, സെയിം കോളേജിൽ സെയിം ക്ലാസ്സിലാണ് ഇത് പഠിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ മോശമാകുന്നതാണ് നമ്മൾ ഒന്നാമത്തെ ചിന്തിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇപ്പം നമുക്കിപ്പം ഇന്ത്യയുടെ ക്വാളിറ്റി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ശരിക്ക് UK ഒരു ഇന്ത്യൻ സ്റ്റുഡൻറ്റ് ഇന്ത്യയിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടുന്ന് പ്ലാബ് എക്സാം ഫസ്റ്റ് ക്ലിയർ ചെയ്യണം, GMC രജിസ്ട്രേഷൻ എടുക്കണം, അത് കഴിഞ്ഞിട്ട് IELTS വേണം. അതെ, പ്ലാബ് എക്സാം എടുക്കുക, IELTS കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പോൾ ബൾഗേറിയയിൽ പഠിച്ച കുട്ടികളാണെങ്കിൽ ബൾഗേറിയ 6 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ 6 വർഷത്തെ കോഴ്സ് കഴിഞ്ഞാൽ അവർ പ്ലാബ് എക്സാം പോലും എഴുതേണ്ട UK പോകാൻ. IELTS മാത്രം എഴുതി കഴിഞ്ഞാൽ നമുക്ക് UK GMC രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും. യൂറോപ്യൻ യൂണിയൻ. അതിൽ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൾഗേറിയയിൽ നിന്ന് കഴിയുന്ന കുട്ടികൾക്ക് UK കിട്ടുന്നത് ഫുൾ രജിസ്ട്രേഷൻ ആണ്. കാരണം ബൾഗേറിയയിൽ യൂറോപ്യൻ ഇക്വലൻസി ഉള്ള ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് UK നമുക്ക് ഫുൾ രജിസ്ട്രേഷൻ ആണ്.